എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് CBSE 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റർ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന പാർട്ടിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഈ ചാപ്റ്ററിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിലുള്ള മാറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അഥവാ ദ്രവ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് മാറ്റർ എന്ന് ചോദിച്ചാൽ, ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്, മാറ്റപ്പെടുന്നത്, അവസ്ഥാ പരിവർത്തനം വരുന്നത്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ചായിട്ട് വരുന്നത് എന്നർത്ഥം. അപ്പോൾ ചേഞ്ചായിട്ട് വരുന്നതൊക്കെ മാറ്ററാണ്. അതിന് മലയാളത്തിൽ ദ്രവ്യം എന്ന് പറയും. അപ്പോൾ ഇവിടെ മാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ആർ ദ ഫാക്ട്സ് ദാറ്റ് അഫക്റ്റിംഗ് മാറ്റർ. ഒരു മാറ്റർ എന്ന് പറയുമ്പോൾ അതെന്താണ്, അതിൻ്റെ മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതെന്താണ് എന്ന് സയൻസിനോട് ചോദിച്ചാൽ ഒരു 3-4 പോയിൻ്റാണ് അതിൽ ഉത്തരം പറയാൻ സാധിക്കുക. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ടൈനി സ്മോൾ പാർട്ടിക്കിൾസ്. വളരെ ടൈനി സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ട് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് മാറ്റർ. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാനും സാധിക്കില്ല, അതിനെ നമുക്ക് നശിപ്പിക്കാനും സാധിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. And also matter is anything that occupies space and his mass. മാറ്ററിന് അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടാവണം, its own space, and also its mass. അതിൻ്റേതായിട്ടുള്ളൊരു മാസും അതിൻ്റേതായിട്ടുള്ളൊരു മാസ് ഉണ്ടായിരിക്കും അർത്ഥം. മാസ് മീൻസ് അ പർട്ടിക്കുലർ വെയിറ്റ്. അത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന വെയിറ്റിനും കൂടി ചേർത്തതല്ല. മാറ്ററിൻ്റെ കണ്ടെയ്ൻഡ് ചെയ്തിരിക്കുന്നത് എന്താണോ, ആ വസ്തുവിൽ കണ്ടെയ്ൻഡ് ചെയ്തിരിക്കുന്നത് എന്താണോ അതിൻ്റെ മാത്രം വെയിറ്റിനെയാണ് മാസ് എന്ന് പറയുക. സോ ഒരു മാറ്ററിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസും അതിൻ്റേതായിട്ടുള്ള ഒരു മാസും ഉണ്ടായിരിക്കുന്ന അർത്ഥം. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദെം. മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ അകലം ഉണ്ടായിരിക്കും, സ്പേസ് ഉണ്ടായിരിക്കും. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി മൂവിങ്. അത് തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ പാർട്ടിക്കിൾസ് ആർ മൂവിങ്. ആൻഡ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. മാറ്ററിലെ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ട് ഈച്ച് അതർ, പരസ്പരം ആകർഷിക്കപ്പെടുന്ന അർത്ഥം. അപ്പോൾ ആകർഷണ ശക്തി അവിടെയുണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ദ്രവ്യം എന്ന് പറയുമ്പോൾ, മാറ്റർ എന്ന് പറയുമ്പോൾ, അത് ടൈനി സ്മോൾ പാർട്ടിക്കിൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ളതും അതിനെ നമുക്ക് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അതിനെ നശിപ്പിക്കാനോ നമുക്ക് ഉണ്ടാക്കാനോ സാധിക്കാത്തതും, അവയുടെ പാർട്ടിക്കിൾ തമ്മിൽ ചില അകലങ്ങളുണ്ടെന്നുള്ളതും സ്പേസ് ഉണ്ടെന്നുള്ളതും അതിന് അതിൻ്റേതായിട്ടൊരു മാസ് ഉണ്ടെന്നുള്ളതും മാത്രമല്ല, ആ പാർട്ടിക്കിളുകൾ തമ്മിൽ അകലമുണ്ട്, മാത്രമല്ല പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലെ പാർട്ടിക്കിൾസുകൾ തമ്മിൽ, ആ കണങ്ങൾ തമ്മിൽ, മാറ്ററിൻ്റെ കണങ്ങൾ തമ്മിൽ, പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളായിട്ട് വരികയാണെങ്കിൽ നമുക്ക് മാറ്റർ എന്ന് പറയാൻ സാധിക്കും, അഥവാ ദ്രവ്യം എന്ന് പറയാൻ സാധിക്കുന്ന അർത്ഥം. ഇനി നമുക്ക് ഈ മാറ്ററിനെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സാധാരണഗതിയിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ട് മാറ്ററിൻ്റെ സാധാരണ അവസ്ഥ, വാട്ട് ആർ ദ ഓർഡിനറി സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അക്കോർഡിംഗ് ടു സയൻസ് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ആർ അറൗണ്ട് 5 or 6. ഒന്നാമത്തത് സോളിഡ്, രണ്ടാമത്തത് ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസസ്, 4 പ്ലാസ്മാറ്റിക് സ്റ്റേജ്, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ് സ്റ്റേറ്റ്, then superfluids,
അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത് 3 അവസ്ഥയെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് മീൻസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ ഓർഡിനറി സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഓൺലി ഇറ്റ് ഹാസ് 3 സ്റ്റേറ്റ്സ്. ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. വാട്ട് യു മീൻ ബൈ സോളിഡ്? ഖരപദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഖരം, നമുക്ക് ഖരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദർ ഈസ് എ ക്രിസ്റ്റലിയൻ ഷേപ്പ്. അതിനൊരു ഷേപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, ലാർജ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. സോളിഡിലെ പാർട്ടിക്കിൾസ് തമ്മിൽ ലാർജ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾ തമ്മിൽ നല്ല ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് സംജാതമായിരിക്കും. നമ്പർ 2, വെരി ലെസ് ഇന്റർമോളിക്കുലാർ സ്പേസ്. അവയ്ക്കിടയിലുള്ള സ്ഥലം വളരെ കുറവായിരിക്കും. വെരി ലെസ് ഇന്റർമോളിക്കുലാർ സ്പേസ്, അകലങ്ങൾ കുറവായിരിക്കും. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ആകൃതി ഉണ്ടായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ഫിക്സഡ് വോളിയം ഉണ്ടായിരിക്കും. ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഈസ് വോളിയം. ഹൈ ഡെൻസിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ആൾസോ ഹൈ ബോയിലിംഗ് പോയിന്റ്. സാന്ദ്രത കൂടുതലായിരിക്കും, ദ്രവണാങ്കം കൂടുതലായിരിക്കും, അതുപോലെ ബോയിലിംഗ് പോയിന്റ് അഥവാ ഖ്വദനാങ്കം കൂടുതലായിരിക്കും. സോളിഡ്സ് കനോട്ട് ബി കംപ്രസ്ഡ്. നമുക്കതിനെ ഞെരുക്കി പ്രഷർ കൊടുത്ത് അതിനെ കൺട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് തിക്ലി പാക്ക്ഡ്, ക്ലോസ്ലി പാക്ക്ഡ് ഇൻ എ ഡിസിപ്ലിൻ മാനർ. വളരെ ക്ലോസ് ആയിട്ട്, തിക്കായിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് കംപ്രസ്ഡ് ഫോഴ്സ് അഥവാ പ്രഷർ കൊടുക്കാൻ സാധിക്കില്ല. സോളിഡ്സ് കനോട്ട് ഫ്ലോ. അതുകൊണ്ട് തന്നെ സോളിഡ് ഫ്ലൂയിഡ് അല്ല, ഒഴുകുന്നതല്ല. ദർ ഈസ് എ ഫിക്സഡ് ഷേപ്പ്. അതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ടായിരിക്കും. സോ വളരെ ക്ലിയർ ആണ്, സോളിഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സഡ് ക്രിസ്റ്റലിയൻ ഷേപ്പ് ഉണ്ടാവും. പാർട്ടിക്കിൾ തമ്മിൽ അകലം കുറവായിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും, അത് തിക്ലി പാക്ക്ഡ് ആൻഡ് ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. It is arranged in a disciplined manner, so it has a good shape and good volume, and also it has high boiling point, high melting point, and also high density. ഇതാണ് നമുക്ക് സോളിഡിനെ കുറിച്ച് പറയാൻ സാധിക്കുക. അടുത്തത്, നമ്മളിവിടെ കൈനറ്റിക് തിയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈനറ്റിക്സ് സിദ്ധാന്തം, ഗതികോർജ സിദ്ധാന്തം ഉപയോഗിച്ചാൽ നമുക്കറിയാം, ചൂട് കൊടുത്താൽ ഈ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. സോളിഡ് ആയിട്ടിരിക്കുന്ന സബ്സ്റ്റൻസിൽ ചൂട് കൊടുത്താൽ ആ ചൂടിൻ്റെ ഫലമായിട്ട് അബ്സോർബിങ് ദ ടെമ്പറേച്ചർ, ദ പാർട്ടിക്കിൾസ് ഗെയിൻ കൈനറ്റിക് എനർജി. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്ഡ് ഇൻ ടു കൈനറ്റിക് എനർജി. ആ കൈനറ്റിക് എനർജിയുടെ ഫലമായി ദറ്റ് അട്രാക്ഷൻ വിൽ ബി very reduced to some extent, and after that it moves freely and it moves overlap to each other. അത് പതുക്കെ ഓവർലാപ്പ് ചെയ്യും. ആ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ കൈനറ്റിക് എനർജി കൂടിയതിൻ്റെ ഫലമായി, ഗതികോർജം കൂടിയതിൻ്റെ ഫലമായി, ചൂട് കൊടുത്തതിൻ്റെ ഫലമായി സോളിഡിലിരിക്കുന്ന വസ്തുവിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുകയും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുമ്പോൾ അകലം കൂടുകയും അത് കൂടുതലായിട്ട് ഒഴുകാൻ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ആ ഒഴുകുന്ന അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയും, ദ്രാവകം എന്ന് പറയും. ലിക്വിഫൈഡ്, ദ്രാവക രൂപത്തിലാകുന്നു എന്നർത്ഥം. അപ്പോൾ ചൂട് കൊടുത്താൽ മതി, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും, അപ്പോൾ അകലം കൂടും, അപ്പോൾ ചലനം കൂടും, കൊളീഷൻ കൂടും, ഓവർലാപ്പ് വരും. ഓവർലാപ്പ് വരുമ്പോൾ ഫ്ലോ വരും, അതായത് ഒഴുകുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് ലിക്വിഡിനെ കുറിച്ച് പറയുമ്പോൾ വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. അപ്പോൾ ഒരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അവയുടെ പാർട്ടിക്കിൾ തമ്മിൽ ലോ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറവായിരിക്കും. മാത്രമല്ല ലാർജ് ഇന്റർമോളിക്കുലാർ സ്പേസ്, പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും, സോളിഡിനേക്കാൾ കൂടുതലായിരിക്കും എന്നർത്ഥം.
നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഇസ് വോളിയം. അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വോളിയം ഉണ്ടാവില്ല. ഏത് കണ്ടെയ്നറാണോ വരുന്നത് ആ കണ്ടെയ്നറിനനുസരിച്ചിട്ടുള്ള വോളിയം ആയിരിക്കും അതിന്. ഒരു ക്രിസ്റ്റലിയൻ ഷേപ്പ് ഉണ്ടാവില്ല, ബിക്കോസ് ദർ ഈസ് നോ ക്ലോസ്ലി പാക്ഡ് ഓർ തിക്ലി പാക്ഡ് മോഡൽ. അതിന് തിക്ലി പാക്ഡോ ക്ലോസ്ലി പാക്ഡോ ഇൻഡിസിപ്ലിൻഡ് മാനറുള്ള ഒരു കോൺഫിഗറേഷൻ അതിനുണ്ടാവില്ല എന്നർത്ഥം. ആൻഡ് ഡെൻസിറ്റി ഈസ് ലോവർ ദാൻ ദി സോളിഡ്. സോളിഡിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും, മെൽറ്റിംഗ് പോയിന്റും കുറവായിരിക്കും, ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും ദാൻ ദ സോളിഡിനേക്കാൾ. ആൻഡ് ആൾസോ ലിക്വിഡ്സ് ക്യാൻ ബി കംപ്രസ്ഡ്. നമുക്ക് വേണമെങ്കിൽ ലിക്വിഡിന് നല്ല കംപ്രഷൻ കൊടുത്താൽ, പ്രഷർ കൊടുത്താൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ കംപ്രസബിലിറ്റി ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ്. ആൻഡ് ആൾസോ ലിക്വിഡ്സ് ക്യാൻ ഫ്ലോ. ലിക്വിഡ് മീൻസ് ഫ്ലോയിങ് എന്നർത്ഥം, ഫ്ലൂയിഡ് എന്നർത്ഥം. അതുകൊണ്ട് ലിക്വിഡ്സിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. ഒരാറ്റത്തിൻ്റെ മുകളിൽ മറ്റൊരു പാർട്ടിക്കിൾ വരുമ്പോൾ, ആറ്റം വരുമ്പോൾ അത് ഫ്ലോ ചെയ്യുന്ന, ഓവർലാപ്പ് ചെയ്യുന്ന അവസ്ഥ വരികയും അപ്പോൾ അത് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ സോളിഡിന് പ്രത്യേകിച്ചൊരു ഷേപ്പ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് അതിന് വോളിയം ഉണ്ടാവില്ല. അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കുറയും, ഇൻ്റർമോളിക്കുലർ സ്പേസ് വിൽ ബി ഇൻക്രീസ്ഡ്. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഡെൻസിറ്റി ഇത് കുറയാൻ സാധിക്കുകയും അത് മാത്രമല്ല അത് ഫ്ലോ ചെയ്യുകയും ചെയ്യും എന്നർത്ഥം. ഇപ്പോൾ സോളിഡിന് ധാരാളം എക്സാമ്പിൾ, വാട്ടർ ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇൻക്രീസിങ് ദ കൈനറ്റിക് എനർജി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജി വിൽ ആൾസോ ഇൻക്രീസ്ഡ്. അതിൻ്റെ ഫലമായി ആറ്റത്തിന് പാർട്ടിക്കിൾസിന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വളരെ വീക്കാവുകയും ഇന്റർമോളിക്കുലാർ സ്പേസ് നോൺ യൂണിഫോം ആയിട്ട് മാറുകയും ധാരാളം വരികയും ഡിഫ്യൂഷൻ എന്ന് പറയുന്ന അവസ്ഥ, ഡിഫ്യൂഷൻ സ്റ്റേജ് കൂടുകയും, അതായത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനോമിനൻ. ദാറ്റ് മീൻസ് ടു ഡിഫറെൻറ്റ് intermolecular particles or two different particles to join together. The capability of joining two distinct particles are called diffusion. രണ്ട് വ്യത്യസ്ത പാർട്ടിക്കിൾ തമ്മിൽ കൂടിച്ചേരാനുള്ള കഴിവാണ് ഡിഫ്യൂഷൻ എന്ന് പറയുക. ഡിഫ്യൂഷൻ വരണമെങ്കിൽ പാർട്ടിക്കിൾ തമ്മിൽ അകലം ഉണ്ടായിരിക്കണം. സോ ഇൻ ദ ഗ്യാസ് സ്റ്റേജ് the distance between the particles are very high, so diffusion rate will be high. വ്യാപന ശേഷി കൂടുതലായിരിക്കും എന്നർത്ഥം. ഡിഫ്യൂഷൻ മീൻസ് വ്യാപനം, ഡിഫ്യൂഷൻ ഫിനോമിനം, വ്യാപനം എന്ന പ്രതിഭാസം. അപ്പോൾ പാർട്ടിക്കിൾ തമ്മിൽ വളരെ അകലമുള്ളത് കൊണ്ട് വ്യാപിക്കാനുള്ള കഴിവ് അതിന് കൂടുതലായിരിക്കും എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ഒരു സ്മെല്ലൊക്കെ, അല്ലെങ്കിൽ ചന്ദനത്തിൽ കത്തിച്ചു വെച്ചാൽ, റൂമിൽ കത്തിച്ചു വെച്ചാൽ ചന്ദനത്തിലൂടെ മണം നമുക്ക് പെട്ടെന്ന് വ്യാപിക്കാൻ കാരണം ആ റൂമിലുള്ള വായു അഥവാ ഗ്യാസിന് ധാരാളം ഇന്റർമോളിക്കുലാർ സ്പേസസ് ഉണ്ട്. അതുകൊണ്ട് മറ്റു പാർട്ടിക്കിൾസിൻ്റെ മോളിക്യൂൾസിന് അതിനുള്ളിൽ കയറി അടിക്കാൻ സാധിക്കും, അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ല് വളരെ വേഗത്തിൽ നമുക്ക് കിട്ടുവാൻ സാധിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വീണ്ടും അത് കൂടുകയും, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കുറയുകയും, ഇന്റർമോളിക്കുലാർ സ്പേസ് കൂടുകയും, തൽഫലമായി ഡെൻസിറ്റി കുറയുകയും, ബോയിലിംഗ് പോയിന്റും അതുപോലെ മെൽറ്റിംഗ് പോയിന്റും നമുക്ക് അതിന് കൺസേൺഡ് ആയിട്ട് ഡെൻസിറ്റി വളരെ കുറയാൻ സാധിക്കുകയും ചെയ്യും. ഗ്യാസസ് ആർ ഹൈലി കംപ്രഷബിൾ. മാത്രമല്ല ഗ്യാസസ് നമ്മൾ കംപ്രസ് ചെയ്യാൻ സാധിക്കും, നല്ലവണ്ണം അതിനെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഗ്യാസസ് ക്യാൻ ഫ്ലോ. ഗ്യാസസും ലിക്വിഡിനെ പോലെ ഫ്ലോ ചെയ്യും എന്നർത്ഥം. ഫ്ലോ മീൻസ് അത് വളരെയധികം ഫ്ലൈ ചെയ്യുന്ന പോലെയായിരിക്കും ഫ്ലോ ചെയ്യുക, പറക്കുന്ന പോലെയായിരിക്കും അത് ഫ്ലോ ചെയ്യുക. ഓവർലാപ്ഡ് അല്ല വരിക, ഓവർ ഫ്രീഡം വരും. റാൻഡം മോഷൻ എന്നാ പറയുക. ദാറ്റ് മീൻസ് നോൺ യൂണിഫോം മോഷൻ. അതുകൊണ്ട് ഗ്യാസ് സ്റ്റേജിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും, ഇന്റർമോളിക്കുലാർ സ്പേസ് കൂടും, ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ കുറയും, ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും അതിനില്ല. ഏത് കണ്ടെയ്നറാണ് എടുക്കുന്നത് ആ കണ്ടെയ്നർ അനുസരിച്ചിട്ടുള്ള വോളിയം ആയിരിക്കും വരിക. ഡെൻസിറ്റി ഈസ് വെരി ലോ. ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഗ്യാസസ് ആർ ഹൈലി കംപ്രഷബിൾ. നല്ലവണ്ണം കംപ്രസ് ചെയ്യാൻ സാധിക്കും. കംപ്രസ്ഡ് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ് ആൻഡ് വളരെ വേഗത്തിൽ അതിനെ ലിക്വിഡ് ആക്കി കൊടുക്കാനും സാധിക്കും. അതുമാത്രമല്ല ഗ്യാസസ് ക്യാൻ ഫ്ലോ. ദാറ്റ് മീൻസ് നോൺ യൂണിഫോം മോഷനാണ്, റാൻഡം മോഷനാണ്. അതുകൊണ്ട് അത് ഫ്ലൈ ചെയ്ത് ഫ്ലോ ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക.
പറന്നു നടക്കുന്ന ഒരു രീതിയായിരിക്കും അതിനുണ്ടാവുക എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സോളിഡ്, ദെൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി നമുക്കിവിടെ ഈ മാറ്ററിനെ ഇനി 3 അവസ്ഥ നമ്മൾ പഠിക്കുന്നു. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ സ്റ്റേജാണ്. അത് സൂര്യനിലും നക്ഷത്രങ്ങളിലും കാണുന്ന അവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ വളരെയധികം ടെമ്പറേച്ചർ 4,00,000 ° മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അവിടെ വേവ് പോലെയാണ്, പാർട്ടിക്കിൾസ് പ്ലസ് വേവ് രണ്ടിൻ്റെ സ്വഭാവം കാണിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജ്വലനമായിട്ടുള്ള ഒരു തരംഗ രൂപത്തിലാണ് അവിടെ സംഗതികളെല്ലാം നടക്കുക. അത് പ്ലാസ്മാറ്റിക് സ്റ്റേജാണ്. പിന്നെ ഒരു സ്റ്റേജിലുള്ളത് എസ് എൻ ബോസ്, ഐൻസ്റ്റീൻ, ഇവർ 2 സയൻറ്റിസ്റ്റുകൾ തമ്മിൽ ചേർന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും താണ ഒരവസ്ഥ, വളരെ കോൾഡായിട്ടുള്ള കണ്ടൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ. അതിനെ നമ്മൾ എസ് എൻ ബോസ്, അതായത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുകയും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് മാറ്റർ ക്യാൻ ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ആൻഡ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ് ആൻഡ് വൈസ് വേഴ്സ. നമുക്ക് ഈ മാറ്ററിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതാണ് ദ്രവ്യം എന്ന് പറയുന്നത്. അതായത് മാറ്ററിനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ചൂട് കൊടുത്താൽ, ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ സോളിഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ഗ്യാസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് മേ ബി കണ്ടൻസ്ഡ്. അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ആൻഡ് ലിക്വിഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സോളിഡ് അഗെയിൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മാറ്ററിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുക. സോളിഡിനെ നമുക്ക് ലിക്വിഡ് ആക്കണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക, ഹീറ്റ് കൊടുക്കുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അത് മെൽറ്റ് ചെയ്യും. അത് മെൽറ്റ് ചെയ്ത് എന്തിലേക്ക് വരും, അത് ലിക്വിഡിലേക്ക് വരും. ലിക്വിഡിനെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും അത് വേപ്പറൈസ് ചെയ്യും. എന്നിട്ട് ആ വേപ്പറൈസേഷന് ശേഷം അത് അതിൻ്റെ വാതക രൂപത്തിൽ ഗ്യാസ് സ്റ്റേജിലെത്തും. ഗ്യാസായിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ വീണ്ടും നമ്മൾ കണ്ടൻസ് ചെയ്താൽ, കൂൾ ചെയ്താൽ, ടെമ്പറേച്ചർ കുറച്ചാൽ അത് വീണ്ടും അത് പതുക്കെ ചേഞ്ച് ഇൻ ടു എന്താ പറയുക, ലിക്വിഡിലേക്ക് വരികയും ലിക്വിഡിനെ വീണ്ടും നമ്മൾ കണ്ടൻസ് ചെയ്താൽ, തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് സോൾഡിഫിക്കേഷൻ വഴി സോളിഡായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ചും ചൂടാക്കി നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത് പോലെ തന്നെ തണുപ്പിച്ച് ആ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കും എന്നർത്ഥം. എന്നാൽ ചില സബ്സ്റ്റൻസ് ഉണ്ട്, സോളിഡ് സ്റ്റേജിൽ നിന്ന് ക്യാൻ ബി ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് സ്റ്റേജ്. അതിനെ സബ്ലിമേഷൻ എന്ന് പറയും. ദാറ്റ് ഇസ് എ പ്രോസസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ദാറ്റ് മീൻസ് സോളിഡ് ക്യാൻ ഡയറക്ട്ലി ചേഞ്ച് ഇൻ ടു ഗ്യാസ് സ്റ്റേജ്. എക്സാമ്പിൾ ക്യാംഫർ, ദാറ്റ് ഈസ് കർപ്പൂരം കത്തിക്കുക, നാഫ്തലിൻ, പാറ്റ ഗുളിക കണ്ടിട്ടുണ്ടാവും, അയഡിൻ, ഇതൊക്കെ നമ്മൾ സോളിഡ് സ്റ്റേജിൽ നിന്ന് ചൂട് കൊടുത്താൽ ഡയറക്ട്ലി പാസ്ഡ് ഇൻ ടു ഗ്യാസ്. അതിന് സബ്ലിമേഷൻ എന്നുള്ള ഒരു പ്രതിഭാസവും അവിടെ നടക്കുന്നതായിരിക്കും അർത്ഥം. ഇനി നമുക്ക് ഇവിടെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇപ്പോൾ വെള്ളത്തിനെ കുറിച്ച് പറയാം. വാട്ടർ എടുക്കുക. വാട്ടറിന് നമ്മൾ ഏറ്റവും നല്ല സോളിഡ് സ്റ്റേജാണ് ഐസ്. ഐസ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റലൈൻ ഷേപ്പ് കിട്ടും. അവിടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അത് സ്പേസ് കുറവാണ്. ഡിസിപ്ലിൻ മാനറിൽ വരും. അപ്പോൾ ക്രിസ്റ്റലൈൻ ഷേപ്പ് ആയിരിക്കുകയും ചെയ്യും. അതിനെ നമുക്ക് ചൂട് കൊടുക്കുക. അപ്പോൾ കൈനറ്റിക് എനർജി വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഡിക്രീസ്ഡ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർമോളിക്കുലർ സ്പേസ് കൂടും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം ഡെൻസിറ്റിയും ബോയിലിംഗ് പോയിൻ്റ് അതുപോലെ മെൽറ്റിംഗ് പോയിൻ്റൊക്കെ കുറയും. ഓട്ടോമാറ്റിക്കായിട്ട് അത് ദ്രാവകമായിട്ട് മാറുന്ന അർത്ഥം. അപ്പോൾ ദ്രാവക രൂപത്തിലെത്തുമ്പോൾ ആ പാർട്ടിക്കിൾസ് ഒന്നും കൂടി നല്ല മൂവ് ചെയ്യുകയും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒഴുകി നടക്കുന്ന ഫ്ലോ ചെയ്യുന്ന രൂപത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമുക്കവിടെ ക്ലിയർ ആയിട്ടൊരു സ്റ്റേജ് ഉണ്ട്. സോളിഡ് ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ്. ഇനി ലിക്വിഡിനെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ, വെള്ളത്തിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അത് ഇവാപ്പറേഷൻ വന്നതിന് ശേഷം അത് ഗ്യാസ് സ്റ്റേജിലേക്ക് വാതക രൂപത്തിൽ നീരാവിയായിട്ട് മാറും എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ വേണമെങ്കിൽ തണുപ്പിച്ചാൽ, കണ്ടൻസ് ചെയ്താൽ
അതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് വീണ്ടും കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂട്ടുകയും തണുപ്പിക്കുമ്പോൾ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുകയും സ്പേസ് കുറയുകയും അത് വീണ്ടും ലിക്വിഡിലേക്ക് വരികയും ചെയ്യും. വീണ്ടും കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുകയും സ്പേസ് കുറയുകയും ലിക്വിഡ് സ്റ്റേജിൽ നിന്ന് അതിനെ നമുക്ക് സോളിഡ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവസ്ഥാ പരിവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും എന്നർത്ഥം. ഇവിടെ നമ്മളിത് പറയുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ അവസ്ഥാ പരിവർത്തനം നടത്തണമെങ്കിൽ നമ്മൾ ഏത് എനർജിയാണ് കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാണ് ഹീറ്റ് എനർജി വിൽ ബി അപ്ലൈഡ്. അതായത് ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നർത്ഥം. കാരണം ഒരു സബ്സ്റ്റൻസിൻ്റെ അകത്ത് അതിൻ്റെ മോളിക്യൂൾസ് ഓഫ് അട്രാക്ഷൻ ഇരിക്കുന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് അവിടെ ഇരിക്കുക. അപ്പം അതിനെ നമുക്ക് വേണ്ട രീതിയിൽ അല്പം ചൂട്, എക്സ്റ്റേണൽ ചൂട് കൊടുത്താൽ, ടെമ്പറേച്ചർ കൊടുത്താൽ ആ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വൈബ്രേറ്റ് ചെയ്യപ്പെടുകയും അതിന് ചലനം സംഭവിക്കുകയും ആ എനർജി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയും ചെയ്യും. സോ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ഈ അവസ്ഥാ പരിവർത്തനത്തിൽ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെയാണ് വരിക? നമുക്കറിയാം, ഓൺ ഇൻക്രീസിങ് ഓൺ ഹീറ്റ് ദ പാർട്ടിക്കിൾസ് ഗെയിൻ എനർജി ആൻഡ് സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് with a great kinetic energy, and the particles overcome the free of force of attraction and a new state is obtained. അതാണ് അവിടെ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണതഫലം എന്താണ്? വളരെ ക്ലിയറാണ്. നമ്മൾ ചൂട് കൂട്ടി കൊടുത്താൽ, ഇൻക്രീസിങ് ദ ഹീറ്റ്, ദ പാർട്ടിക്കിൾസ് ഗെയിൻ എനർജി, that is kinetic energy will be increased, then the force of attraction will be decreased, then it can be changed into another state. ഇതാണ് അവിടെ സംഭവിക്കുക. കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വരുന്നു എന്നർത്ഥം. ദ നെക്സ്റ്റ്, അപ്പോൾ നമുക്കൊരു ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഒരു സോളിഡായിട്ടിരിക്കുന്ന സബ്സ്റ്റൻസ് ചൂടാക്കുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറണം. സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, സോളിഡ് ചേഞ്ച്ഡ് ഇൻ ടു ലിക്വിഡ്. ദർ ഈസ് എ പർട്ടിക്കുലർ പോയിന്റ് വി ക്യാൻ സേ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാംഗം എന്ന് പറയും. ദ്രാവകം, ഖരരൂപത്തിലുള്ള വസ്തു ദ്രാവകമായിട്ട് മാറുന്ന പോയിന്റാണ് ദ്രവണാംഗം എന്ന് പറയുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മെൽറ്റിംഗ് പോയിന്റ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സോളിഡ് melts to become a liquid at the atmospheric pressure is called melting point. അപ്പോൾ ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് ലിക്വിഡായിട്ട് മാറുന്ന ആ വ്യക്തമായ പോയിന്റിനെ നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാംഗം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, സോളിഡ് ലിക്വിഡ് ആകുന്ന പോയിന്റാണ് ദ്രവണാംഗം. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? ക്വഥനാംഗം എന്ന് പറയും. ബോയിലിംഗ് പോയിന്റ്, ലിക്വിഡിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു അനദർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ദാറ്റ് ഈസ് ഗ്യാസസ്. അപ്പോൾ ദ ടെമ്പറേച്ചർ വെൻ ഇൻക്രീസ്ഡ് അഗെയിൻ, the liquid starts boiling. ആ ദ്രാവകം തിളയ്ക്കാൻ തുടങ്ങും. At that atmospheric pressure, it can be changed into that particular gas stage. That point is called boiling point. വളരെ ക്ലിയർ ആണ്. The temperature at which a liquid starts boiling at the atmospheric pressure is known as boiling point. ഒരു ലിക്വിഡ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ, ബോയിൽ ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥ, അന്തരീക്ഷ മർദ്ദത്തിൽ ബോയിലിംഗ് ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥ, ആ അവസ്ഥയാണ്, ആ പോയിന്റാണ് ബോയിലിംഗ് പോയിന്റ് അഥവാ ക്വഥനാംഗം എന്ന് പറയും. അപ്പോൾ വളരെ ക്ലിയറായി മെൽറ്റിംഗ് പോയിന്റും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും.
ഇപ്പോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് 0°C എന്നാണ് എടുത്തിട്ടുള്ളത്. അത് ബോയിലിംഗ് പോയിന്റ് വാട്ടറിൻ്റെ 100°C ആണ്. അതുപോലെ മിക്ക ലിക്വിഡിൻ്റെയും ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും നമുക്ക് വളരെയധികം ഭംഗിയായിട്ട് കെമിസ്ട്രി എടുത്തു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ പറയാനുള്ള മറ്റൊരു പോയിന്റ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. വാട്ട് യു മീൻ ബൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? ദ്രവീകരണ ലീനതാപം എന്നാ പറയാം. ദ്രവീകരണ ലീനതാപം എന്താ സംഗതി? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി absorbed when a substance changes from solid to liquid at its melting point is called the latent heat of fusion of the solid. ഒരു ഖരപദാർത്ഥം ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ, അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിലെത്തുമ്പോൾ, ആ മെൽറ്റിംഗ് പോയിന്റിലുള്ള ലിക്വിഡായിട്ട് മാറാൻ സ്വീകരിക്കുന്ന താപം എത്രയാണോ ആ താപത്തിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അഥവാ ദ്രവീകരണ ലീനതാപം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, 0°C ഐസ് 0°C വെള്ളമായി മുഴുവനായിട്ട് മാറാൻ എടുക്കുന്ന താപത്തിൻ്റെ അളവ് എന്താണോ അതാണ് ജലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഐസിൻ്റെ ദ്രവീകരണ ലീനതാപം. എന്ന് പറഞ്ഞാൽ 0°C ഐസിനെ ചൂടാക്കുമ്പോൾ അത് 0°C വെള്ളമായി മാറുന്നത് വരെ അത് 0°C തന്നെയായിരിക്കും. അപ്പോൾ കൊടുത്ത ചൂട് മുഴുവൻ അവസ്ഥാ പരിവർത്തനത്തിനു വേണ്ടി, സ്റ്റേറ്റ് ഓഫ് മാറ്ററിനു വേണ്ടി, ചേഞ്ച് ഓഫ് മാറ്ററിന് വേണ്ടി ഉപയോഗിക്കും എന്നർത്ഥം. അപ്പോൾ ആ മെൽറ്റിംഗ് പോയിന്റിൽ ഇരുന്ന് തന്നെ അത് അടുത്ത സ്റ്റേജിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ചൂട് കൊടുക്കുന്ന ചൂട് മുഴുവൻ അവസ്ഥാ പരിവർത്തനത്തിന് വേണ്ടി അഥവാ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നർത്ഥം. അതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഓർക്കാനുള്ളത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഷ്പീകരണ ലീനതാപം എന്ന് പറയും. ബാഷ്പീകരണ ലീനതാപം ഇത്രയേ ഉള്ളൂ. എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് വെൻ 1 kilogram substance changes in state from liquid to vapor at its boiling point is called the latent heat of vaporization of that liquid. ഒരു ദ്രാവകം അത് ആ അറ്റ്മോസ്ഫിയറിൽ അതേ ബോയിലിംഗ് പോയിന്റിലുള്ള ബാഷ്പീകരണമായിട്ട് അല്ലെങ്കിൽ ഗ്യാസായിട്ട് മാറുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന എനർജിയെ, ഹീറ്റ് എനർജിയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുക, ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുക. ഒന്നും കൂടി പറഞ്ഞാൽ, വെള്ളത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 100°C വെള്ളം ചൂട് കൊടുക്കുമ്പോൾ 100°C ബാഷ്പമായി വേപ്പറായിട്ട് നീരാവിയായിട്ട് മാറുവാൻ വേണ്ടി വരുന്ന താപത്തിൻ്റെ അളവാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുക. അതായത് ആ ബോയിലിംഗ് പോയിന്റിൽ തന്നെ അത് 100°C വെള്ളം പൂർണ്ണമായും 100°C ബാഷ്പമായിട്ട് മാറുന്നത് വരെ 100°C തന്നെയാണ് ആ ചൂടിരിക്കുക, ടെമ്പറേച്ചർ ഇരിക്കുക. അതായത് കൊടുക്കുന്ന ചൂട് മുഴുവനും അവസ്ഥാ പരിവർത്തനത്തിനു വേണ്ടി, ചേഞ്ച് ഓഫ് മാറ്ററിന്, സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നർത്ഥം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ ബാഷ്പീകരണ ലീനതാപം കണ്ടു, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കണ്ടു, ആൻഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും നമുക്ക് മനസ്സിലാക്കി. അടുത്തത് ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പവർ ഓൺ മാറ്റർ. നമുക്കറിയാം, വാതക രൂപത്തിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ്, ഗ്യാസ് സ്റ്റേജിലിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് നമുക്കറിയാം നോൺ യൂണിഫോം മോഷനാണ്, റാൻഡംസ് മോഷനാണ്.
അതുകൊണ്ട് തന്നെ അവിടെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് വളരെ കുറവാണ്. അത് ഫ്ലൈ ആയിട്ട് നടക്കും. അത് ഫ്ലൈ ടു ഫ്ലോ, അതായത് പറന്ന് ഒഴുകി നടക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചൊന്ന് ചിന്തിക്കാം. ഇഫ് യു അപ്ലൈ ഗ്രേറ്റ് പ്രഷർ, നമ്മൾ വളരെ നന്നായിട്ടൊരു പ്രഷർ കൊടുത്താൽ, കംപ്രസബിലിറ്റി കൊടുത്താൽ, ആ പ്രഷർ കൊടുക്കുമ്പോൾ വാതക രൂപത്തിലിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുകയും സ്പേസ് കുറയുകയും തൽഫലമായിട്ട് കൈനറ്റിക് എനർജി ഡിക്രീസ് ആവുകയും അതിൻ്റെ ഫലമായിട്ട് ചൂട് കുറഞ്ഞ് അത് കൈനറ്റിക് എനർജി ഡിക്രീസ് ആവുമ്പോൾ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയും അതുപോലെ കൂട്ടാൻ സാധിക്കുകയും ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് കൂട്ടാൻ സാധിക്കുകയും അതിൻ്റെ ആ സ്പേസ് കുറയ്ക്കാൻ സാധിക്കുകയും അങ്ങനെ നല്ലൊരു പ്രഷർ കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് ഗ്യാസ് സ്റ്റേജിൽ നിന്ന് ലിക്വിഡ് സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് നമുക്ക് കണ്ടൻസേഷൻ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നല്ല പ്രഷർ കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ വാതക തന്മാത്രകളെ അടുപ്പിച്ച് നമുക്ക് ലിക്വിഡ് തന്മാത്രകളിലേക്ക് മാറ്റാൻ സാധിക്കും എന്നർത്ഥം. അപ്പോൾ പ്രഷർ കൊടുത്താൽ വാതകത്തിൽ, ഗ്യാസ് സ്റ്റേജിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കതിനെ അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാക്കാൻ സാധിക്കും. സോ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രഷർ ഓൺ മാറ്റർ. On applying pressure, the particles of matter can be brought close together and the state of matter can be changed. നമുക്ക് വേണമെങ്കിൽ വാതക രൂപത്തിൽ ഉള്ള മാറ്ററിനെ നല്ലവണ്ണം കംപ്രസബിലിറ്റി കൊടുത്താൽ, പ്രഷർ കൊടുത്താൽ, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അട്രാക്ഷൻ കൂട്ടി സ്പേസ് കുറച്ച് സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാറ്ററിലേക്ക്, അവസ്ഥാ പരിവർത്തനത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നർത്ഥം. ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. നമുക്കതിനെ സോളിഡിഫൈ ചെയ്ത് എങ്ങനെ ചെയ്യാം? അപ്ലൈയിങ് പ്രഷർ വിത്ത് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ നല്ല പ്രഷർ കൊടുക്കുമ്പോൾ, നല്ല മർദ്ദം കൊടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ നമുക്ക് സോളിഡിഫൈ ചെയ്യാൻ, ഘരീഭവിക്കുവാൻ, അല്ലെങ്കിൽ സോളിഡിഫിക്കേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ സോളിഡ് ആക്കുവാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം. ഏറ്റവും നല്ല എക്സാമ്പിള് അതാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ LPG നമ്മൾ കൊണ്ടുവരുന്ന ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ട്. അതിനെ ശരിക്കും പ്രഷറിനെ നല്ല ഹൈ പ്രഷർ കൊടുത്ത് ആ ഗ്യാസിനെ, അതായത് ബ്യൂട്ടൈനാണത്, അതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് ലിക്വിഫൈഡ് ചെയ്തിട്ടാണ്, ലിക്വിഡ് ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ലിക്വിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗ്യാസ് നിറച്ചിട്ടാണ് പ്രഷറിനെ കൊടുത്ത് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തിട്ടുള്ളതാണ് LPG എന്ന് പറയുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രഷർ കൊടുത്താൽ വാതക രൂപത്തിൽ ഗ്യാസ് സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ അവസ്ഥാ പരിവർത്തനത്തിന് ആ വസ്തുവിനെ വിധേയമാക്കാൻ സാധിക്കും എന്നർത്ഥം. ദെൻ ഇവിടെ ഒരു പോയിന്റ് പറയാനുള്ളത് ഇവാപ്പറേഷൻ എന്ന് പറയും. ഇതിനിടയിലൊരു പോയിന്റാണ് ഇവാപ്പറേഷൻ, ബാഷ്പീകരണം എന്ന് പറയും. നമുക്കറിയാം, നമുക്ക് അന്തരീക്ഷത്തിൽ നല്ല ചൂടുള്ള സമയത്ത്, മഴക്കാരൊക്കെയുള്ള സമയത്ത്, ക്ലൗഡി സിറ്റുവേഷനിൽ നമുക്ക് ബോഡിയിൽ നല്ല സ്വെറ്റിംഗ് ഉണ്ടാവുന്ന കാര്യം സാധിക്കും. വേർപ്പുണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റ് കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നാണ് പറയുക. ആർദ്രത കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് പറയും. അപ്പോൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ചെയ്ത് അത് മുകളിലേക്ക് പോകുന്നതായിട്ട് അനുഭവപ്പെടും. അതിനാണ് വിയർപ്പ് എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം സ്വല്പം തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേർതിരിക്കുന്ന ഒരു ബോഡി, സ്വെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോഡി ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം ഇരുന്നാൽ, അല്ലെങ്കിൽ കാറ്റിൻ്റെ അടിയിൽ ഇരുന്നാൽ നമ്മുടെ ശരീരം ഒന്ന് തണുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വേപ്പറൈസേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ചെയ്യുമ്പോൾ, ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ആ വസ്തുവിന് തണുപ്പ് അനുഭവപ്പെടും. അതെന്താണ്? അത് നമുക്കിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ ആദ്യം തന്നെ, വാട്ട് ഈസ് ഇവാപ്പറേഷൻ? ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താ? The phenomenon of change of liquid into vapors at any temperature below its boiling point is called evaporation. ഏതെങ്കിലും ഒരു ദ്രാവകം അത്
ബോയിലിംഗ് പോയിന്റിന് താഴെയുള്ള അവസ്ഥയിൽ അത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. The phenomenon of change of liquid, the phenomenon of change of liquid into vapors. ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറും at any temperature below the boiling point. അതായത് ബോയിലിംഗ് പോയിന്റിന് താഴെയുള്ള ഒരവസ്ഥയിലിരിക്കുന്ന വാതക തന്മാത്രകൾ, ലിക്വിഡ് വാതകമാകുന്ന തന്മാത്രകൾ ബിലോ ദി ബോയിലിംഗ് പോയിന്റ് താഴെ നിൽക്കുന്ന അവസ്ഥ, അതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനം, പ്രതിഭാസം. അപ്പം ഈ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എത്തിയിട്ടില്ല, ബോയിലിംഗ് പോയിന്റിന് താഴെ നിൽക്കുന്ന ഒരു ടെമ്പറേച്ചർ സിറ്റുവേഷനാണ്. ഇത് നമുക്ക് പലതരത്തിലും നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വേർപ്പിൻ്റെ കാര്യം പറഞ്ഞു, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി വരുമ്പോൾ നമുക്ക് വേർത്ത് പോകുന്ന അവസ്ഥ പറഞ്ഞു, നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് നമ്മൾ നിവർത്തി തോരയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞു. അത് ചുരുട്ടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണക്കം ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ അംശം വേപ്പറേറ്റ് ചെയ്ത് പോവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പല കാര്യത്തിലും നമുക്കിത് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നർത്ഥം. അപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി, അതായത് ബോയിലിംഗ് പോയിന്റിൽ താഴെ ഇരിക്കുന്ന അവസ്ഥയിൽ വേപ്പറൈസ് ചെയ്തിരിക്കുന്ന അവസ്ഥ, ബോയിലിംഗ് പോയിന്റിൽ താഴെ വേപ്പറൈസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പറയുക ഇവാപ്പറേഷൻ. അപ്പോൾ ആ ഇവാപ്പറേഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം നമുക്കറിയാം. ഇൻക്രീസ് ദ സർഫസ് ഏരിയ. നമ്മൾ ആ ബോഡിയുടെ സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടും, അതായത് ബാഷ്പീകരണ തോത് കൂടും. നമുക്ക് വളരെ നല്ല എക്സാമ്പിൾ, നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് വാഷ് ചെയ്തിട്ട് നല്ലവണ്ണം അത് തിരുമ്മിക്കഴിഞ്ഞിട്ട് ഒലുമ്പിക്കഴിഞ്ഞിട്ട് അതിനെ പരത്തിയിട്ടാൽ അല്ലെങ്കിൽ നിവർത്തിയിട്ടാൽ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തിട്ട് അതിനെ നമ്മൾ വെച്ചാൽ വളരെ ഈസി ആയിട്ട് അതിന് ഇവാപ്പറേഷൻ നടക്കുകയും ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷൻ റേറ്റ് കൂടും, ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ വേപ്പറായിട്ട് പോവുകയും നമുക്ക് ആ വസ്ത്രം നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. സോ ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ, the evaporation rate will also increases. And increasing temperature, നല്ലവണ്ണം ടെമ്പറേച്ചർ കൂട്ടുക, ചൂട് കൂട്ടുക, അപ്പോഴും ഇവാപ്പറേഷൻ റേറ്റ് ആൾസോ ഇൻക്രീസസ്. നല്ല ചൂട് വരുമ്പോഴും ബാഷ്പീകരണ നിരക്ക് കൂടും എന്നർത്ഥം, വേപ്പറൈസേഷൻ കൂടും എന്നർത്ഥം. 3, ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. എ ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ. ഹ്യൂമിഡിറ്റി കുറഞ്ഞാൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടും. അതായത് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ റേറ്റ് കൂടുന്നതായിരിക്കും. പെട്ടെന്ന് വാട്ടർ വേപ്പർ വേഗം അവിടെ നിന്ന് ബാഷ്പീകരിച്ച് പോകും എന്നർത്ഥം. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയാൽ ഇൻക്രീസിങ് ദ ഹ്യൂമിഡിറ്റി, അപ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസിങ് ദ വേപ്പറൈസേഷൻ റേറ്റ്, ബാഷ്പീകരണ തോത് കുറയും, ഇവാപ്പറേഷൻ റേറ്റ് കുറയും എന്നർത്ഥം. ദെൻ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്, കാറ്റിൻ്റെ വേഗത കൂട്ടുക. ഇൻക്രീസിങ് ദ വിൻഡ് സ്പീഡ്, കാറ്റിൻ്റെ വേഗത കൂട്ടുന്ന സമയത്ത് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുന്നർത്ഥം. അപ്പോൾ കാറ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ റേറ്റ് കൂടും. നമുക്കറിയാം, നല്ല രീതിയിൽ കാറ്റിട്ട് നമുക്ക് വേനൽ മഴക്കാലമാകുമ്പോൾ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നിവർത്തിയിട്ട് സർഫസ് ഏരിയ കൂട്ടിയിട്ട് ഫാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സ്മെല്ലൊന്നും ഇല്ലാതെ വസ്ത്രങ്ങളെ ഉണക്കിയെടുക്കാൻ സാധിക്കുമെന്നർത്ഥം. അതായത് കാറ്റിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ റേറ്റ് കൂട്ടിയെടുക്കാൻ സാധിക്കും, തൽഫലമായി അത് നല്ലവണ്ണം ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ്സ് അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ എന്ന് ചോദിച്ചാൽ എന്താ? ഇവാപ്പറേഷൻ ഏതൊക്കെയാണ്? 1, ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ. 2, ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ. 3, ഡിക്രീസിങ് ഹ്യൂമിഡിറ്റി. 4, ഇൻക്രീസിങ് വിൻഡ്. ഇത്രയും കാര്യങ്ങളിലൂടെ ഇവാപ്പറേഷൻ റേറ്റ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഇവാപ്പറേഷൻ നടക്കുമ്പോൾ ഏത് ബോഡിയിൽ നിന്നാണോ ഇവാപ്പറേഷൻ സംഭവിക്കുന്നത് ആ ബോഡിക്ക് ഒരു കൂളിംഗ് അനുഭവപ്പെടും, അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടും എന്നർത്ഥം. അതെന്തുകൊണ്ടാണ് ആ കൂളിംഗ് നടക്കുന്നത്?
നമുക്കറിയാം, നമ്മൾ മൺകൂജകളിൽ വെള്ളം നമ്മൾ എടുത്തു വെക്കാറുണ്ട്. പഴയ കാലത്ത് മൺകൂജയിലാണ് വെള്ളം എടുത്തു വെക്കുക, തണുത്ത വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പം മൺകൂജയിൽ ക്ലേ കൊണ്ടാണ് മൺകൂജ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്പോട്ടിൽ, ക്ലേ പോട്ടിൽ ധാരാളം സ്മോൾ സുഷിരങ്ങളുണ്ട്. ടൈനി സ്മോൾ ഹോൾസ് ആർ ദെയർ. അത് പെർഫറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ചൂട് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിനുള്ളിലുള്ള വാട്ടർ വേപ്പറൈസേഷൻ സംഭവിച്ച് അത് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകും. ആ വെള്ളം ആവിയാകാൻ വേണ്ടിയിട്ടുള്ള ചൂട് ആ പോട്ടിൽ നിന്നാണ് വലിച്ചെടുക്കുക. ആ പോട്ടിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ കൂളാകാനുള്ള സാധ്യത വരും. അങ്ങനെ അതിലുള്ള വെള്ളം തണുത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോഡി സ്വെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബോഡിയിൽ നിന്ന് വിയർപ്പ് മുകളിലേക്ക് വേപ്പറൈസേഷൻ ചെയ്തു പോകുമ്പോൾ ആ വേപ്പറൈസേഷൻ ചെയ്തു പോകാനുള്ള ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വീകരിക്കുന്നത് കൊണ്ട് ബോഡിക്ക് നമുക്ക് എന്തനുഭവപ്പെടും? ബോഡി തണുപ്പായിട്ട് അനുഭവപ്പെടും, കൂളിംഗ് ആയിട്ട് അനുഭവപ്പെടും എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവാപ്പറേഷൻസ് കോസസ് കൂളിംഗ് ഇഫക്റ്റ്. അപ്പോൾ ബാഷ്പീകരണം നമുക്കൊരു തണുപ്പ് എന്ന പ്രതിഭാസം കൂടി തരുന്നു എന്നർത്ഥം. അതിനു വേണ്ട ചൂട് ആ ബോഡിയിൽ നിന്നാണ് സ്വീകരിക്കുക. ഇനിയും എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ അല്പം സ്പിരിറ്റ് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചാൽ അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. നമ്മുടെ കൈ തണുക്കുന്നത് പോലെ തോന്നും. അതിനർത്ഥം ആ സ്പിരിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന്, ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ സ്വീകരിച്ച് അത് ഇവാപ്പറേഷൻ സംഭവിക്കുകയും ആ ചൂട് ബോഡിയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ബോഡി അത്രയും ഭാഗം ഒരു തണുപ്പ് അനുഭവപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കും എന്നർത്ഥം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മാത്രമല്ല ചില യൂണിറ്റുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഇപ്പം ടെമ്പറേച്ചർ എന്നുള്ളത് ഹീറ്റ് അളക്കാനുള്ളൊരു യൂണിറ്റാണ്. അതിന് കെൽവിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. കെൽവിൻ അത് കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്, ക്യാപിറ്റൽ കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് പറയുക. അതുപോലെ ലെങ്ത്, നീളം എന്നുള്ളത് മീറ്ററിലാണ് പറയുക, സ്മോൾ എന്നാണ് പറയുക. അതുപോലെ തന്നെ മാസ്, അതിന് കിലോഗ്രാം എന്നാണ് പറയുക. സ്മോൾ കെ ജി എന്നാണ് എഴുതുക, സ്മോൾ കെ ജി എന്ന് എഴുതും. വെയ്റ്റ് അതിനെ ന്യൂട്ടൺ എന്നാണ് പറയുക. വെയ്റ്റിന് ന്യൂട്ടൺ എന്നാണ് യൂണിറ്റ്, എൻ എന്നാണ് കൊടുക്കുക. അതുപോലെ വോളിയം ക്യൂബിക് മീറ്റർ എന്നാണ് പറയുക, എം ക്യൂബ് എന്ന് പറയും. ഡെൻസിറ്റിയെ നമ്മൾ കിലോഗ്രാം പെർ യൂണിറ്റ്സ് മീറ്റർ എന്ന് പറയും. അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ക്യൂബിക് മീറ്റർ, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് പറയും. അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുമ്പോൾ പാസ്കൽ എന്നുള്ള യൂണിറ്റാണ് പറയുക. അതുകൊണ്ട് അത് PA എന്ന് കൊടുക്കാറുണ്ട്. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചില യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിതിനെ പറയാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. മാറ്റർ, നമ്മുടെ ചുറ്റും മാറ്റർ ഉണ്ട്. മാറ്റർ സാധാരണഗതിയിൽ 3 രീതിയിലാണ്. ആ 3 രീതിയിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. അതിൻ്റെ ക്യാരക്ടർ നമ്മൾ പഠിച്ചു. അതിനെ നമുക്ക് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ ഗ്യാസ് ആക്കാം, ഗ്യാസിനെ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് സോളിഡ് ആക്കാം. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആകുന്ന ഗ്യാസസ് ആകുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് സബ്ലിമേഷൻ എന്ന് പറയാം. കൂടാതെ അവിടെ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. എവരി സോളിഡ് ഹാസ് ഇറ്റ്സ് ഓൺ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ആൾസോ എവരി ലിക്വിഡ് ഹാസ് ഇറ്റ്സ് ഓൺ ബോയിലിംഗ് പോയിന്റ്. അതും നമുക്കറിയാം. അതുപോലെ തന്നെ അവസ്ഥാ പരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു ചൂടെടുക്കുന്ന ഒരു സ്ഥിര പോയിന്റ് ഉണ്ട്. അത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. സോളിഡ് ലിക്വിഡ് ആകുന്ന അവസ്ഥ, അതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതുപോലെ ലിക്വിഡ് ഗ്യാസ് ആകുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന താപത്തിനെ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതുപോലെ തന്നെ ഈ ബോയിലിംഗ് പോയിന്റിനിടയിൽ ലിക്വിഡ് ബോയിലിംഗ് പോയിന്റിന് താഴെ നിൽക്കുന്ന അവസ്ഥയിൽ വേപ്പറൈസേഷൻ സംഭവിക്കും. ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ പല രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവാപ്പറേഷൻ നമുക്കറിയാം, സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. അതുപോലെ തന്നെ വിൻഡ് സ്പീഡ് കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. ഇവാപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് ബോഡിയിലാണോ അത് സംഭവിക്കുന്നത് ആ ബോഡിക്ക് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് 9ാം ക്ലാസ്സിൽ CBSEയിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. ഓക്കെ, താങ്ക് യു.